കുട്ടിക്കാലം മുതൽ മക്കളെക്കുറിച്ച് കുറേ സ്വപ്നങ്ങൾ കാണുന്നവരാണ് ഓരോ മാതാപിതാക്കളും. അവരുടെ ചെറിയ നേട്ടങ്ങൾ പോലും വലിയ സന്തോഷം സമ്മാനിക്കും. എന്നാൽ കുട്ടികളുടെ ജീവിതത്തിൽ ഒരു ദുരന്തം സംഭവിച്ചാലോ ചങ്ക് തകർന്നു പോകുമല്ലേ, ഈ ലോകം തന്നെ ഇല്ലാതായെന്ന് തോന്നിപ്പോകും. അങ്ങനെ ഈ ദിവസങ്ങളിൽ 2 കുടുംബങ്ങളുടെ കണ്ണീർ കഥകൾ കേട്ടു. പാലക്കാട് കടമ്പഴിപ്പുറത്തെ ശ്രീനന്ദയുടെയും തിരുവനന്തപുരം ചാലക്കാട് സ്വദേശി നിധിൻ രാജിൻ്റെയും വീട് കണ്ണീർ കടലാണ്. 10ാം ക്ലാസ് പരീക്ഷയ്ക്ക് ശേഷം കുടുംബത്തോടൊപ്പം വിനോദയാത്രയ്ക്ക് പോയ 15-കാരിയുടെ മരണത്തിൽ പല സംശയങ്ങളും ഇപ്പോഴും ബാക്കിയാണ്. എന്താണ് ആ പെൺകുട്ടിക്ക് സംഭവിച്ചത്? അവളെ ആരെങ്കിലും അപായപ്പെടുത്തിയതാണോ, അപകടത്തിൽപ്പെട്ടതാണോ, അതോ സ്വയം ജീവിതം അവസാനിപ്പിച്ചതാണോ? കണ്ണൂർ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലെ BDS വിദ്യാർത്ഥി നിധിൻ്റെ മരണത്തിലും ദുരൂഹത സംശയിക്കണം. വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. വിനോദയാത്രയ്ക്കിടെ ചിക്കമംഗളൂരു മാണിക്യധാര വെള്ളച്ചാട്ടത്തിൻ്റെ വ്യൂ പോയിന്റിന് സമീപം കാണാതാവുകയും പിന്നീട് മരിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്ത ശ്രീനന്ദയ്ക്ക് ശരിക്കും എന്താണ് സംഭവിച്ചത്? അവൾ കാലുവഴുതി അഗാധമായ കൊക്കയിലേക്ക് വീണതാണോ, അതോ അജ്ഞാതമായ കാരണങ്ങളാൽ സ്വയം ജീവിതം അവസാനിപ്പിച്ചതാണോ? ഈ സാധ്യതകളൊന്നും തള്ളാതെയാണ് പോലീസ് അന്വേഷണം. ആദ്യഘട്ടത്തിൽ മരണത്തിൽ ദുരൂഹത ഉന്നയിച്ച കുടുംബവും ഇത് അപകട മരണമാകാമെന്ന നിലപാടിലേക്കാണ് ഒടുവിലെത്തിയിരിക്കുന്നത്. മരണകാരണം തലയുടെ വലഭാഗത്തേറ്റ ഗുരുതര പരിക്കാണെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. സംഭവത്തിൽ കർണാടക പോലീസ് വിശദമായ അന്വേഷണം തുടരുകയാണ്. മരണകാരണം തലയുടെ വലതുഭാഗത്തേറ്റ ഗുരുതര പരിക്കെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ശരീരത്തിൽ ഉടനീളം പരിക്കുണ്ട്, അസ്ഥികൾ പൊട്ടിയിട്ടുണ്ട്. പരിക്കുകൾ വീഴ്ചയിൽ സംഭവിച്ചതാണെന്നും മരണത്തിൽ അസ്വാഭാവികതയില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ശരീരത്തിലെ മറ്റു മുറിവുകൾ വീഴ്ചയിൽ മരച്ചില്ലയിലോ പാറയിലോ ഉരഞ്ഞ് സംഭവിച്ചതാകാമെന്നാണ് നിഗമനം. മറ്റു പരാതികൾ ഒഴിവാക്കാൻ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർണ്ണമായും ചിത്രീകരിച്ചിരുന്നു. ശ്രീനന്ദ തെന്നി വീണതാണോ മറ്റെന്തെങ്കിലും സംഭവിച്ചതാണോ എന്നതിൽ കൂടുതൽ അന്വേഷണം ഉണ്ടാകുമെന്ന് പോലീസ് അറിയിച്ചു. അതേസമയം കുട്ടിയെ ആരെങ്കിലും അപായപ്പെടുത്തിയതാകാനുള്ള സാധ്യത പോലീസ് തള്ളുകയാണ്. ജില്ലാ പോലീസ് മേധാവി ജിതേന്ദ്രകുമാർ ദയാമയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. അന്വേഷണവുമായി കുടുംബം പൂർണ്ണമായി സഹകരിക്കുന്നുണ്ടെന്നും പോലീസ് പറഞ്ഞു. മരണത്തിൽ ആദ്യം ദുരൂഹത ഉന്നയിച്ച കുടുംബവും ഇത് അപകടമരണമാകാം എന്ന നിലപാടിലേക്കാണ് ഒടുവിലെത്തിയിരിക്കുന്നത്. ശ്രീനന്ദയുടെ മരണം അപകടത്തിൽപ്പെട്ടാകാമെന്ന് വല്യച്ഛൻ ശശികുമാർ ന്യൂസ് 18നോട് പ്രതികരിച്ചു. കുട്ടി ബാരിക്കേഡിന് അപ്പുറത്തേക്ക് ഇറങ്ങി ഉയരത്തിൽ നിന്ന് താഴേക്ക് നോക്കുന്നത് കണ്ട് തടഞ്ഞിരുന്നു. ഇവിടെ നിന്ന് വീണാകാം അപകടം സംഭവിച്ചതെന്നും മറ്റു ദുരൂഹതയില്ലെന്നുമാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ നമ്മൾ ബോഡി കിട്ടിയെന്ന് പറയുന്ന ആ ലൊക്കേഷനിലെ വ്യൂ പോയിന്റിൽ ഈ കുട്ടി ആ ബാരിക്കേഷന് പുറത്തിറങ്ങിയിട്ട് അവിടെ നിൽക്കുന്നത് കണ്ടു. അപ്പോൾ ഞങ്ങൾ വഴക്ക് പറഞ്ഞ് ഞങ്ങൾ തിരിച്ചകത്ത് കയറ്റി. പിന്നെ അതിനുശേഷം ഈ കുട്ടി അവിടെ മറ്റുള്ളവരുടെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കുക, ഇത് അവരുടെ കൂടെ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ താഴെ മുകളിൽ വന്നപ്പോൾ ഈ കുട്ടിയെ കണ്ടില്ല. അപ്പോൾ ഇവരുടെ കൂടെ പോയി കാണുമെന്ന് വിചാരിച്ചു. ഇന്ന് ഞങ്ങൾ പാർക്കിങ്ങിൽ ഏരിയയിൽ വന്നു കഴിഞ്ഞപ്പോൾ കുട്ടി അവിടെ ഇല്ല. അപ്പോൾ ചോദിച്ചു പറഞ്ഞാൽ അവൾ മുമ്പേ പോയെന്ന് പറഞ്ഞതിൽ. പക്ഷെ അപ്പോൾ തൊട്ട് ഞങ്ങൾ ഒരുപാട് തിരഞ്ഞു, പക്ഷെ കണ്ടില്ല. മറ്റുള്ളവർ കയറിയപ്പോഴോ അല്ലേ ഞങ്ങൾ വരുന്നതിന് മുമ്പ് കിട്ടിയ ആ ഒരു ചെറിയൊരു ഗ്യാപ്പിൽ ഒരു പക്ഷേ കുട്ടി വീണ്ടും അവിടെ പോയിരിക്കും. കാരണം കുട്ടി അവിടെ നിന്ന് ഡെപ്ത് നോക്കുമായിരുന്നു, അവിടെ എത്തി വരേണ്ട ഡെപ്ത് നോക്കുമായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ കണ്ട് വഴക്ക് പറഞ്ഞ് കുട്ടി കയറ്റിയത്. അവിടെ 2-3 നാൾ പിന്നെ പരിശോധന നടത്തി, പക്ഷെ അത്രയും താഴത്തേക്ക് ആഴത്തുള്ള പരിശോധന നടന്നില്ലായിരുന്നു. കർണാടക പോലീസിന്റെ അകമ്പടിയോടെയാണ് ശ്രീനന്ദയുടെ മൃതദേഹം പാലക്കാട് ഒറ്റപ്പാലം കടമ്പഴിപ്പുറത്തെ വീട്ടിലെത്തിച്ചത്. ശ്രീനന്ദയെ അവസാനമായി കാണാൻ നാടൊന്നാകെ വീട്ടിലേക്ക് എത്തിയിരുന്നു. തുടർന്ന് തിരുവില്ലാമല ഐവർ മഠം ശ്മശാനത്തിൽ സംസ്കാരം നടത്തി. കടമ്പഴിപ്പുറം സ്വദേശി രമേശിന്റെയും രോഹിണിയുടെയും മകളാണ് 15 വയസ്സുകാരിയായ ശ്രീനന്ദ. അവധിക്കാല വിനോദയാത്രയ്ക്ക് പാലക്കാട് കോങ്ങാട് നിന്ന് പുറപ്പെട്ട 40-അംഗ സംഘത്തിൽ ശ്രീനന്ദയ്ക്കൊപ്പം കുടുംബാംഗങ്ങളും ഉണ്ടായിരുന്നു. പശ്ചിമഘട്ട മലനിരയിലെ ബാബ ബുഡാൻഗിരിയിൽ മാണിക്യധാര വെള്ളച്ചാട്ടത്തിന്റെ വ്യൂ പോയിന്റിന് സമീപം ചൊവ്വാഴ്ച വൈകിട്ടാണ് കുട്ടിയെ കാണാതായത്. എല്ലാ കാത്തിരിപ്പുകളും വിഫലമാക്കി വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയാണ്
തെർമൽ ഡ്രോണിന്റെ മോണിറ്ററിൽ ശ്രീനന്ദിയുടെ മൃതദേഹം പതിഞ്ഞത്. കാണാനില്ലെന്ന് പറഞ്ഞ പ്രദേശത്തു നിന്നും 1500 അടി താഴ്ചയിലായിരുന്നു മൃതദേഹം. മലയടിവാരത്ത് മുകളിലേക്ക് നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഏറെ അപകട സാധ്യതകൾ നിറഞ്ഞതാണ് ചിക്കമംഗളൂരുവിലെ ഈ വിനോദസഞ്ചാര കേന്ദ്രം. അപായ സാധ്യത മുന്നറിയിപ്പുകൾ വിനോദസഞ്ചാരികൾ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല. ന്യൂസ് 18 ചിക്കമംഗളൂരു, പാലക്കാട്. മകൻ ഡോക്ടറായി കാണണമെന്ന് സ്വപ്നം കണ്ട കുടുംബം. +2 ശേഷം മെഡിസിൻ അഡ്മിഷൻ കിട്ടിയില്ലെങ്കിലും അവന്റെ ആഗ്രഹപ്രകാരം BDS ചേർന്നു. കണ്ണൂർ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ പഠനത്തിന് ചേർന്നപ്പോൾ മുതൽ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിട്ടതാണ്. സീനിയേഴ്സിന്റെ റാഗിംഗ്, അധ്യാപകരുടെ മാനസിക പീഡനം, ജാതിയുടെയും നിറത്തിന്റെയും പേരിൽ പരിഹാസം. പുഴുത്ത പട്ടിയെപ്പോലെയാണ് നിന്നെ കാണുന്നതെന്ന് മറ്റു വിദ്യാർത്ഥികളുടെ മുന്നിൽ വെച്ച് അധ്യാപകൻ അധിക്ഷേപം നടത്തിയപ്പോൾ നിതിൻ്റെ മനസ്സ് തകർന്നുപോയി കാണും. തിരുവനന്തപുരം സ്വദേശി നിതിൻ രാജ് ആശുപത്രി കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചാടി മരിച്ച സംഭവത്തിൽ ഗുരുതര ആരോപണമാണ് കുടുംബം ഉന്നയിക്കുന്നത്. വകുപ്പ് മേധാവി അടക്കമുള്ളവരുടെ മാനസിക പീഡനമാണ് മരണത്തിന് കാരണമെന്ന് പരാതിയിൽ പറയുന്നു. സംഭവം വിവാദമായതോടെ ഡെന്റൽ അനാട്ടമി വിഭാഗം മേധാവി ഡോക്ടർ MK റാം, അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സംഗീത എന്നിവരെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. തിരുവനന്തപുരം സ്വദേശി നിതിൻ രാജ് കഴിഞ്ഞ ദിവസമാണ് ആശുപത്രിയിലെ 5ാം നിലയിൽ നിന്ന് ചാടി മരിച്ചത്. വൈകിട്ട് 3 മണിവരെ കുടുംബാംഗങ്ങളുമായി നിതിൻ ഫോണിൽ സംസാരിച്ചിരുന്നു. വീട്ടിലേക്ക് എത്തേണ്ട ദിവസമാണ് നിതിനെ ആത്മഹത്യാ നിലയിൽ കണ്ടത്. ഡെന്റൽ അനാട്ടമി വിഭാഗം മേധാവി ഡോക്ടർ MK റാം അടക്കമുള്ളവർക്കെതിരെയാണ് വിദ്യാർത്ഥിയുടെ കുടുംബം രംഗത്തെത്തിയത്. വകുപ്പ് മേധാവി മാനസികമായും ശാരീരികമായും കുട്ടിയെ ഉപദ്രവിച്ചിരുന്നു. സമാന സംഭവത്തിൽ മുമ്പ് സസ്പെൻഷൻ നേരിട്ട വ്യക്തിയാണ് ഇയാൾ. മരണത്തിൽ കൃത്യമായ അന്വേഷണം നടത്തണമെന്നും കുടുംബം ആവശ്യമുന്നയിച്ചു. അവിടെ അധ്യാപകർ കണ്ണടച്ചപ്പോഴാണ് എൻ്റെ പിഞ്ചു മോനെ ഒന്നും അറിയാത്ത അവന് ഇവരെല്ലാം കൂടെ ഈ കൊല്ലാക്കൊല ചെയ്തത്. പാനം നിറഞ്ഞു പിടിക്കുന്നത് എങ്ങനെയാണ് കെട്ടിടത്തിൻ്റെ മൂന്നാമത്തെ അത് ആ ഡിപ്പാർട്ട്മെന്റ് അല്ലെന്നും അവർ പറയുന്നത്. പിന്നെ ഇതിനെല്ലാം വ്യക്തമായ മറുപടി നിങ്ങൾ കൊണ്ടുവരണം. അവിടെ ഒരു HOD എന്ന് പറയുന്ന ഒരാളുണ്ട്. അയാളെ നിരന്തരം നിതിൻ രാജിനെ നിറത്തിന്റെ അടിസ്ഥാനത്തിലും അധിക്ഷേപിച്ചിരുന്നു. സീനിയേഴ്സിന്റെ ഭാഗത്തു നിന്നും ഗുരുതരമായ റാഗിംഗും ഉണ്ടായിരുന്നു. നിതിനെ പുഴുത്ത പട്ടി എന്നാണ് വകുപ്പ് മേധാവി വിളിച്ചിരുന്നത്. മുമ്പും കോളേജിലൊരു വിദ്യാർത്ഥിനി ജീവനൊടുക്കിയിരുന്നു. വകുപ്പ് മേധാവിക്ക് പുറമെ മറ്റു 2 അധ്യാപകരും കുട്ടിയെ മാനസികമായി പീഡിപ്പിച്ചിരുന്നെന്നും കുടുംബം ആരോപിച്ചു. അയാൾക്ക് സസ്പെൻഷൻ, ഈ കുട്ടികളെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഇയാൾ പെൺകുട്ടികളെ ഉൾപ്പെടെയാണ് ഇയാൾ അത് വൾഗറായിട്ട് വരെ കുട്ടികളെ പറയണം ഓരോ വാക്കുകൾ. മുസ്ലിം കുട്ടികൾ പിന്നെ മോനെ പറയണത് പുഴുത്ത പട്ടിയാണ്. ഇവന്റെ മാർക്കുകളെല്ലാം കട്ടിയേക്കും. പാരന്റ്സ് മീറ്റിങ്ങിന് അമ്മ ഹോസ്പിറ്റലായിരുന്നു. അമ്മ ഇത്രയും നാൾ അച്ഛന് മീറ്റിങ്ങിന് പോകാൻ പറ്റാത്തതുകൊണ്ട് അത് 3 സബ്ജക്റ്റിന്റെ മാർക്ക് ഇവന് കട്ടിയ C മാർക്കും. അപ്പോൾ വേറെ കുട്ടികൾക്കൊക്കെ മാർക്കില്ലെങ്കിൽ എഴുതി കൊടുക്കണം. ഇവനെ കൊണ്ടത് എഴുതി വാങ്ങിപ്പിച്ച് ഈ എക്സാമിന്റെ കൂടെ, അതായത് ഇന്നലെ ഒരു എക്സാം ഉണ്ടായിരുന്നു ഡെന്റൽ അനാട്ടമി. ആ എക്സാം ഇന്നലത്തെ അതിന്റെ കൂടെ ഇനി ഇതിന്റെ ഈ ഒരു സബ്ജക്റ്റിന്റെ പ്രശ്നമാണോ വന്നതെന്നും അറിയത്തില്ല. നെടുമങ്ങാട് പുതുക്കുളങ്ങര കൊറ്റാമം ഭാഗത്ത് വാടകയ്ക്ക് താമസിക്കുന്ന രാജൻ ലതാ ദമ്പതിമാരുടെ ഏക മകനാണ് നിതിൻ. സംഭവം വിവാദമായതോടെ ഡോക്ടർ MK റാം, അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സംഗീത എന്നിവരെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. അന്വേഷണ സമിതിയും രൂപീകരിച്ചിട്ടുണ്ട്. സംഭവത്തിൽ പോലീസ് അന്വേഷണവും തുടരുകയാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. കോഴിക്കോട് താമരശ്ശേരി കോടതിക്ക് മുന്നിൽ സിനിമാ സ്റ്റൈലിൽ ഒരു കൂട്ടത്തല്ല്. യുവതിക്ക് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാമെന്ന് കോടതി ഉത്തരവിട്ടതിന് പിന്നാലെയാണ് ബന്ധുക്കളും കാമുകന്റെ സുഹൃത്തുക്കളും തമ്മിൽ ഏറ്റുമുട്ടിയത്. കാമുകനൊപ്പം പോയ യുവതിയെ ബന്ധുക്കളുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കോടതിയിൽ ഹാജരാക്കിയത്. എന്നാൽ പ്രായപൂർത്തിയായതിനാൽ സ്വന്തം ഇഷ്ടപ്രകാരം യുവതിക്ക് ആൺസുഹൃത്തിനൊപ്പം പോകാമെന്ന് കോടതി ഉത്തരവിട്ടു. അതോടെയാണ് കാമുകന്റെ സുഹൃത്തുക്കളും യുവതിയുടെ ബന്ധുക്കളും തമ്മിൽ കയ്യാങ്കളിയും സംഘർഷവും ഉണ്ടായത്.
മുക്കം ചെറുവാടി സ്വദേശിയായ 20-കാരി നിതാഷറിനെ കാണാനില്ല എന്ന് കാട്ടി ബന്ധുക്കൾ മുക്കം പോലീസിൽ പരാതി നൽകിയിരുന്നു. കഴിഞ്ഞ 4-ന് രാത്രി 9:30 മുതൽ കാണാതായെന്നായിരുന്നു പരാതി. തുടർന്ന് ശനിയാഴ്ച രാവിലെ യുവതിയും കാമുകനായ കാരശ്ശേരി സ്വദേശി ഷാമിലും മുക്കം പോലീസ് സ്റ്റേഷനിൽ ഹാജരായി. ഇവരെ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ പ്രായപൂർത്തിയായതിനാൽ സ്വന്തം ഇഷ്ടപ്രകാരം യുവതിക്ക് ആൺസുഹൃത്തിനൊപ്പം പോകാമെന്ന് കോടതി ഉത്തരവിട്ടു. ഇരുവരും കോടതിയിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് സംഘർഷമുണ്ടായത്. കോടതിയിൽ നിന്ന് പുറത്തിറങ്ങിയ യുവതിയെ നിക്കാഹ് നടത്തിത്തരാമെന്നും ഇപ്പോൾ തങ്ങൾക്കൊപ്പം വരണമെന്നും ആവശ്യപ്പെട്ട് ബന്ധുക്കൾ സമീപിക്കുകയായിരുന്നു. ഇത് തടയാൻ ഷാമിൽ ശ്രമിച്ചതാണ് സംഘർഷത്തിൽ കലാശിച്ചത്. യുവാവിനൊപ്പം സുഹൃത്തുക്കളടക്കമുള്ളവരും ചേർന്നതോടെ നടുറോഡിൽ വൻ സംഘർഷമുണ്ടായി. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലും പ്രചരിക്കുന്നുണ്ട്. ഒടുവിൽ യുവതി കാമുകനും സുഹൃത്തുക്കൾക്കുമൊപ്പം പോവുകയായിരുന്നു. ന്യൂസ് 18 കോഴിക്കോട്. കുംഭമേളയിലെ വൈറൽ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായില്ലെന്ന് കണ്ടെത്തിയതോടെ വിവാഹത്തിന് പിന്തുണ നൽകിയവരും നിയമക്കുരുക്കിൽ പെടുമോ? വിവാഹം നടത്താൻ CPM മുൻകൈയെടുത്തില്ലെന്ന് ന്യായീകരിക്കുമ്പോഴും നേതാക്കൾക്കെതിരെയും അന്വേഷണമുണ്ടായേക്കും. കേസിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും വ്യാജ ജനന സർട്ടിഫിക്കറ്റ് ചമച്ചവർക്കെതിരെയും കർശന നടപടി വേണമെന്നും പരാതിയുണ്ട്. വിഷയത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് കേരളത്തിലെയും മധ്യപ്രദേശിലെയും DGPമാരോട് ഏപ്രിൽ 22-ന് ഡൽഹിയിൽ ഹാജരാകാൻ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സ് നിർദ്ദേശം നൽകി. ഓരോ 3 ദിവസത്തിലും കേസിലെ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. പെൺകുട്ടിയുടെ വിവാഹം കേസായതോടെ അനുമതി നൽകിയ കേരള പോലീസും പ്രതിക്കൂട്ടിലാണ്. കുംഭമേള വൈറൽ താരത്തിന്റെ പ്രായപൂർത്തിയാകുന്നതിന് മുൻപുള്ള വിവാഹം ദേശീയ തലത്തിൽ വലിയ രാഷ്ട്രീയ വിവാദമായതാണ്. സംഭവത്തിൽ ഭർത്താവിനെതിരെ പോക്സോ കേസെടുത്തതോടെ കേരളത്തിലെ CPM നേതാക്കൾ വെട്ടിലായിരിക്കുന്നു. ബാലവിവാഹത്തിന് പിന്നാലെ പോക്സോ കേസും പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരമുള്ള കുറ്റങ്ങളുമാണ് ഫർമാൻ ഖാനെതിരെ ചുമത്തിയത്. ഇതോടെ വിവാഹം നടത്തിക്കൊടുക്കാൻ CPM മുൻകൈയെടുത്തില്ലെന്ന വിശദീകരണവുമായി പാർട്ടി നേതൃത്വം രംഗത്തെത്തി. വിവാഹം നടക്കുന്ന വിവരം അറിഞ്ഞതുകൊണ്ടാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും AA റഹീം MPയും ചടങ്ങിൽ പങ്കെടുത്തത്. വധൂവരന്മാർ സ്വമേധയാണ് ക്ഷേത്ര കമ്മിറ്റിയെ സമീപിച്ചതെന്നാണ് CPM നേതൃത്വം നൽകുന്ന വിശദീകരണം. കേസിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും വ്യാജ ജനന സർട്ടിഫിക്കറ്റ് ചമച്ചവർക്കെതിരെയും കർശന നടപടി വേണമെന്നും പരാതിയുണ്ട്. കുംഭമേളയിലെ വൈറൽ പെൺകുട്ടിയുടെ വിവാഹം കേസായതോടെ അനുമതി നൽകിയ കേരള പോലീസും പ്രതിക്കൂട്ടിലായ സ്ഥിതിയാണ്. തിരുവനന്തപുരം തമ്പാനൂർ പോലീസാണ് രേഖകൾ പരിശോധിച്ച് പെൺകുട്ടിക്ക് 18 വയസ്സ് പൂർത്തിയായെന്ന് ഉറപ്പിച്ചത്. ഇതിൽ വീഴ്ചയില്ലെന്ന് വാദിക്കുന്ന പോലീസ് നിലവിലെ കേസിന് പിന്നിൽ ദുരൂഹതകൾ സംശയിക്കുന്നുണ്ട്. പരിശോധനയ്ക്ക് ആധാർ നൽകിയത് പെൺകുട്ടിയുടെ പിതാവാണെന്നും പോലീസ് വ്യക്തമാക്കി. വെബ്സൈറ്റിലും ജനന സർട്ടിഫിക്കറ്റുമായി താരതമ്യം ചെയ്യുന്നപ്പോൾ ആധാർ വ്യാജമല്ലെന്ന് ഉറപ്പായെന്നും പറയുന്നു. ഇപ്പോൾ അത് വ്യാജരേഖയാണെന്ന് കണ്ടെത്തിയതിലാണ് ദുരൂഹത സംശയിക്കുന്നത്. മാർച്ച് 11-നാണ് പെൺകുട്ടി തമ്പാനൂർ പോലീസിലെത്തുന്നത്. പിതാവ് തന്നെ ബലം പ്രയോഗിച്ച് നാട്ടിലേക്ക് കൊണ്ടുപോയി മറ്റൊരു വിവാഹത്തിന് നിർബന്ധിക്കുന്നുവെന്നായിരുന്നു വാക്കാൽ പറഞ്ഞ പരാതി. തനിക്ക് കാമുകനൊപ്പം പോകണമെന്നും പെൺകുട്ടി പറഞ്ഞു. 18 വയസ്സും 3 മാസവുമാണ് പ്രായമെന്ന് ബോധ്യപ്പെടുത്തിയതോടെയാണ് പെൺകുട്ടിയുടെ താല്പര്യപ്രകാരം വിട്ടയച്ചതെന്നാണ് പോലീസ് പറയുന്നത്. പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ പെൺകുട്ടിയെ വിവാഹം ചെയ്ത ഫർമാൻ ഖാനെ മധ്യപ്രദേശ് പോലീസ് ഉടൻ കസ്റ്റഡിയിലെടുത്തേക്കും. വിവാഹ സമയത്ത് പെൺകുട്ടിക്ക് 16 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ എന്നും കേരളത്തിൽ വെച്ച് നടന്ന വിവാഹത്തിന് ഉപയോഗിച്ചത് വ്യാജരേഖയെന്നും ദേശീയ പട്ടികവർഗ കമ്മീഷൻ കണ്ടെത്തിയതിന് പിന്നാലെയാണ് മധ്യപ്രദേശ് പോലീസ് കേസെടുത്തത്. പെൺകുട്ടി ജനിച്ചത് 2009 ഡിസംബർ 30-നാണെന്ന് തെളിയിക്കുന്ന മധ്യപ്രദേശിലെ മഹേശ്വർ ആശുപത്രിയിലെ രേഖകൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. വിവാഹത്തിന്റെ ഭാഗമായവരിൽ നിന്നും ക്ഷേത്ര ഭാരവാഹികളിൽ നിന്നും പോലീസ് വിവരങ്ങൾ തേടിയേക്കും. കുടുംബം എതിർത്തിനെ തുടർന്ന് പെൺകുട്ടിയും ഫർമാൻ ഖാനും മാർച്ച് 11-നാണ് തിരുവനന്തപുരത്തെ ക്ഷേത്രത്തിൽ വെച്ച് വിവാഹിതരായത്.
ഡെസ്ക് ന്യൂസ് 18. ലൈംഗിക അതിക്രമ കേസിൽ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയെങ്കിലും സംവിധായകൻ രഞ്ജിത്തിന് ഈ കേസിൽ നിന്ന് അങ്ങനെ രക്ഷപ്പെടാൻ കഴിയുമോ? പ്രതിക്കെതിരെ പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ടെന്ന് കോടതി വ്യക്തമാക്കിയതോടെ കേസിന്റെ ഗൗരവം വർദ്ധിക്കുകയാണ്. രഞ്ജിത്തിന്റെ പ്രായവും ആരോഗ്യവും പരിഗണിച്ചാണ് ജാമ്യം അനുവദിച്ചതെന്നും ആരോപണങ്ങളുടെ വസ്തുതയിലേക്ക് തൽക്കാലം കടക്കുന്നില്ലെന്നും കോടതി ഉത്തരവിൽ പറയുന്നു. കേസിൽ അന്വേഷണം തുടരുന്ന പോലീസ് കൂടുതൽ പേരെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ്. യുവനടിയുടെ പരാതിയിലെടുത്ത ലൈംഗികാതിക്രമ കേസിൽ സംവിധായകൻ രഞ്ജിത്തിനെതിരെ പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ടെന്നാണ് കോടതി നിരീക്ഷണം. കേസ് മുഴുവൻ പരിശോധിക്കുന്ന ഘട്ടമല്ല ഇതെന്നും അതിനാൽ ആരോപണങ്ങളുടെ വസ്തുതയിലേക്ക് തൽക്കാലം കടക്കുന്നില്ലെന്നും കോടതി വ്യക്തമാക്കി. എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് കഴിഞ്ഞ ദിവസം രഞ്ജിത്തിന് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത്. രഞ്ജിത്തിന്റെ പ്രായവും ആരോഗ്യവും പരിഗണിച്ചും ചുമത്തിയ കുറ്റങ്ങളിൽ 5 വർഷത്തിൽ താഴെയാണ് ശിക്ഷ ലഭിക്കാനുള്ള സാധ്യത എന്നതും ചൂണ്ടിക്കാട്ടിയാണ് ജാമ്യം അനുവദിക്കുന്നതെന്ന് ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ജാമ്യം നൽകിയാൽ പ്രതി സാക്ഷികളെ സ്വാധീനിക്കുമെന്ന് ചൂണ്ടിക്കാട്ടി പ്രോസിക്യൂഷൻ എതിർത്തെങ്കിലും അന്വേഷണത്തിന് തടസ്സമില്ലാതെ നിബന്ധനകളോടെ ജാമ്യം അനുവദിക്കാമെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. പ്രതിക്ക് ജാമ്യം നൽകുന്നത് കേസിന്റെ സ്വാഭാവികമായ ഗതിയെ ബാധിക്കില്ലെന്ന് വിലയിരുത്തിയാണ് കോടതി നടപടി. കൂടുതൽ കസ്റ്റഡി ആവശ്യമില്ലെന്നും കോടതി ഉത്തരവിൽ വ്യക്തമാക്കി. സാക്ഷികളെ സ്വാധീനിക്കില്ലെന്നും സാക്ഷികളുള്ള പരിധിയിൽ പ്രവേശിക്കില്ലെന്നും രഞ്ജിത്ത് കോടതിയിൽ അറിയിച്ചു. ഇതിനു പുറമെ സംഭവം നടന്ന ഫോർട്ട് കൊച്ചിയിലെ ഷൂട്ടിംഗ് സെറ്റിൽ പോകാൻ പാടില്ല, പാസ്പോർട്ട് സറണ്ടർ ചെയ്യണം, എല്ലാ തിങ്കളാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ ഹാജരാകണം, അതുകൂടാതെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെടുമ്പോഴൊക്കെ ഹാജരാകണമെന്നും ഉപാധികളിൽ പറയുന്നു. സിനിമാ ചിത്രീകരണത്തിനിടെ കാരവാനിൽ വെച്ച് ലൈംഗികാതിക്രമം നടത്തിയെന്ന യുവനടിയുടെ പരാതിയിലാണ് മാർച്ച് 31-ന് രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്തത്. ജാമ്യം ലഭിച്ചതിനെ തുടർന്ന് രഞ്ജിത്ത് ജയിൽ മോചിതനായിരുന്നു. ന്യൂസ് 18 കൊച്ചി. BJPയുടെ തീപ്പൊരി നേതാവാണെങ്കിലും ശോഭാ സുരേന്ദ്രന്റെ കുരുക്കാകുന്നത് തുടർച്ചയായുള്ള വിവാദങ്ങളാണ്. പാലക്കാട് BJPയുടെ പ്രതീക്ഷയായിരുന്നെങ്കിലും വോട്ടെടുപ്പിന് തൊട്ട് മുൻപുള്ള നോട്ട് വിവാദം, തെരഞ്ഞെടുപ്പിന് പിന്നാലെ പുതിയൊരു ആരോപണം കൂടി. BJP പ്രവർത്തകയെ ശോഭാ സുരേന്ദ്രൻ ഭീഷണിപ്പെടുത്തിയെന്ന പരാതി പാർട്ടിക്കകത്തും വലിയ ചർച്ചയായിരിക്കുന്നു. ആലപ്പുഴ മുൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ബിന്ദു വിനയകുമാറിനെയാണ് ശോഭാ സുരേന്ദ്രൻ ഭീഷണിപ്പെടുത്തിയത്. പാലക്കാട് തെരഞ്ഞെടുപ്പിൽ പണം നൽകിയത് ബിന്ദുവാണെന്ന് ആരോപിച്ചായിരുന്നു ഫോണിലൂടെ ഭീഷണി. ശോഭയുടെ ഭീഷണി ചൂണ്ടിക്കാട്ടി ബിന്ദു ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടുണ്ട്. അതിനിടെ ബിന്ദുവിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. BJPക്കകത്തെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ബിന്ദു വിനയകുമാർ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ കുറിപ്പ് പങ്കുവച്ചിരുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് ബിന്ദുവിനെതിരെ ശോഭാ സുരേന്ദ്രൻ ഭീഷണി മുഴക്കിയത്. സംഭവത്തിൽ കോടതി കയറ്റുമെന്നായിരുന്നു ഭീഷണി. ഏത് പണം കൊടുക്കാനുള്ള എവിടെ വിട്ടിട്ടുള്ളത്? എവിടെ? എന്റെ ശോഭേ, ഈ കോടതി കേട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ പാർട്ടിക്കകത്ത് നിന്ന് നിങ്ങൾക്കെതിരെ ഞാൻ എന്തായാലും സ്റ്റേറ്റ് പ്രസിഡന്റ് പരാതി കൊടുക്കുന്നുണ്ട്. ശോഭ അവിടെ വന്നപ്പം ഇത് തന്നെയാണല്ലോ പാലക്കാട്ടും പറഞ്ഞത്, അടിച്ചു തൊളികളയുമെന്ന്. പാലക്കാട് തെരഞ്ഞെടുപ്പിൽ പണം നൽകിയ സംഭവത്തിൽ ദൃശ്യങ്ങൾ കാണുന്ന സ്ത്രീയെ ആലപ്പുഴയിൽ നിന്ന് ബിന്ദു വരെ എത്തിച്ചതെന്നും ശോഭ ചോദിക്കുന്നുണ്ട്. അടിച്ചു കൈകാര്യം ചെയ്യുമെന്നാണ് ഭീഷണി. ശബരിമല വിഷയത്തിൽ നിരാഹാരം കിടന്നപ്പോൾ പുലർച്ചെ BJP പ്രവർത്തകൻ പ്രോട്ടീൻ പൗഡർ കലക്കിയ വെള്ളം ശോഭയ്ക്ക് എത്തിച്ചു നൽകിയിരുന്നു എന്നിങ്ങനെ പോകുന്നു ബിന്ദുവിന്റെ ആരോപണങ്ങൾ. ഇത്തവണയും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ നിന്നും പണം പിരിച്ചിട്ടുണ്ടെന്ന് ബിന്ദു ആരോപിച്ചു.
ശോഭാ സുരേന്ദ്രന്റെ സ്വഭാവത്തിന് പാലക്കാട് വോട്ടിന് പണം നൽകിയിട്ടുണ്ടാകുമെന്നും അവർ ആരോപിക്കുന്നു. അതേസമയം വനിതാ പ്രവർത്തകരെ നേതാക്കന്മാരുമായി കൂട്ടിച്ചേർത്ത് അവിഹിത ആരോപണങ്ങൾ ഉൾപ്പെടെ ശോഭ ഫോൺ സംഭാഷണത്തിൽ പറയുന്നുണ്ട്. ശോഭ പുറമെ കാണുന്ന പോലെ പച്ചവെള്ളം ചവച്ചരച്ചിറക്കുന്ന ആളല്ല എന്ന് പറഞ്ഞായിരുന്നു ബിന്ദുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് തുടങ്ങുന്നത്. സംഭാഷണത്തിലെ ശോഭയുടെ മോശം പരാമർശങ്ങൾ BJPക്കകത്തു തന്നെ ചർച്ചയായിട്ടുണ്ട്. സംഭവം മാധ്യമങ്ങളിലടക്കം വാർത്തയായതോടെ ബിന്ദുവിനെ BJP സസ്പെൻഡ് ചെയ്തു. ന്യൂസ് 18 ആലപ്പുഴ. ജോലി ചെയ്ത് ജീവിക്കാൻ അങ്ങേറ്റം മടിയുള്ളവരാണ് പലപ്പോഴും മോഷണത്തിനിറങ്ങുന്നത്. ചിലർ പിന്നീടത് നിത്യ തൊഴിലാക്കി മാറ്റും. എന്നാൽ മോഷ്ടിക്കുന്ന സമയത്തും ഇങ്ങനെ മടി കാണിച്ചാലോ? അങ്ങനെ ഒരു കള്ളനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ക്ഷേത്രത്തിൽ കവർച്ചയ്ക്കെത്തിയ മോഷ്ടാവ് ഉറങ്ങിപ്പോയ കഥയിലേക്കാണ്. നെയ്യാറ്റിൻകര കോവിലൂർ ഭഗവതി ക്ഷേത്രത്തിൽ കവർച്ചയ്ക്കിടെയായിരുന്നു സംഭവം. ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികളും നാട്ടുകാരും ചേർന്ന് പിടികൂടിയ കള്ളനെ പോലീസിലേൽപ്പിച്ചു. നിരവധി മോഷണക്കേസിലെ പ്രതിയായ സെന്തിലാണ് പിടിയിലായത്. വൈകുന്നേരം മാത്രം പൂജയുള്ള ക്ഷേത്രമാണ് കോവിലൂർ ശ്രീ കഴുകുവാൽ വട്ടം ഭഗവതി ക്ഷേത്രം. എന്നാൽ ശനിയാഴ്ച രാവിലെയുള്ള അയ്യപ്പൻ കെട്ടിന്റെ ഭാഗമായി ക്ഷേത്ര പൂജാരി നട തുറക്കാൻ എത്തിയിരുന്നു. ശ്രീകോവിൽ തുറക്കാൻ നോക്കിയിട്ടും സാധിച്ചില്ല. തുടർന്ന് നടത്തിയ പരിശോധനയിൽ പൂട്ട് പൊളിക്കാൻ ശ്രമിച്ചതിന്റെ ഭാഗമായി തകരാറിലായതാണെന്ന് മനസ്സിലായി. വിശദ പരിശോധന നടത്തിയപ്പോൾ തിടപ്പള്ളിയുടെ വാതിൽ പൊളിച്ച് അകത്തിരുന്ന് ഉറങ്ങുന്ന മോഷ്ടാവിനെയാണ് കണ്ടത്. ഇതോടെ കമ്മിറ്റി അംഗങ്ങളെ വിവരമറിയിച്ചു. കമ്മിറ്റി ഭാരവാഹികളും നാട്ടുകാരും ചേർന്ന് മോഷ്ടാവിനെ പിടികൂടി വെള്ളറട പോലീസിന് കൈമാറുകയായിരുന്നു. അപ്പോൾ ഇയാൾ അങ്ങനെ ഒന്നും സംസാരിക്കുന്നില്ല, തമിഴാണെന്ന് തോന്നുന്നു. ചോദിക്കുന്ന കാര്യങ്ങൾ പേപ്പറിൽ എന്തൊക്കെയാണ് എഴുതിത്തരാറ്. അങ്ങനെ പേപ്പറിൽ തമിഴിൽ എന്തൊക്കെ കുറച്ച് പത്രപേപ്പറിൽ എഴുതി തന്നു. പിന്നെ നമ്മൾ പോലീസിനെ അറിയിച്ചു. അങ്ങനെ അവർ വന്ന് പരിശോധിച്ചപ്പോൾ പുള്ളിയുടെ കയ്യിൽ നിന്ന് സോപ്പ്, എണ്ണ, ഈ സോപ്പ് പൊടി, ഷാമ്പു അതേപോലത്തെ കാര്യങ്ങളൊക്കെ പുള്ളിയുടെ കയ്യിലൊരു കവറിൽ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇടുപ്പിൽ എന്തോ പണമാണെന്ന് തോന്നുന്നു, കുറച്ച് പൈസ ഇടുപ്പിൽ കെട്ടി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ അല്ല, നമ്മൾ നോക്കിയിട്ട് ഇവിടുത്തെ അല്ല. അപ്പോൾ അങ്ങനെയാണ് പുള്ളിയെ പോലീസിനെ ഏൽപ്പിച്ചത്. പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് പിടിയിലായത് ദണ്ഡിങ്കൽ സ്വദേശിയായ സെന്തിലാണെന്ന് തിരിച്ചറിഞ്ഞത്. തമിഴ്നാട്ടിലെയും കേരളത്തിലെയും അതിർത്തി പ്രദേശങ്ങളിലെ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തുന്ന സെന്തിലിന്റെ പേരിൽ വിവിധ സ്റ്റേഷനുകളിലായി നിരവധി കേസുകളുണ്ടെന്ന് പോലീസ് പറഞ്ഞു. കാണിക്ക വഞ്ചികൾ കുത്തിത്തുറന്നുള്ള മോഷണമാണ് ഇയാൾ കൂടുതലും നടത്താറുള്ളത്. സെന്തിലിനെതിരെ ഒടുവിൽ കേസ് രജിസ്റ്റർ ചെയ്തത് പാലക്കാടാണെന്നും പോലീസ് വ്യക്തമാക്കി. പ്രതിയെ നെയ്യാറ്റിൻകര കോടതിയിൽ ഹാജരാക്കും. ന്യൂസ് 18 നെയ്യാറ്റിൻകര. എറണാകുളം വാഴക്കുളത്ത് പോലീസിന്റെ മൂക്കിൻ തുമ്പത്ത് കവർച്ചാ സംഘത്തിന്റെ വിളയാട്ടം. കഴിഞ്ഞ പുലർച്ചെ 2 മണിയോടെയാണ് മൊബൈൽ കട കുത്തിത്തുറന്ന് 2 ലക്ഷം രൂപയും മൊബൈൽ ഫോണും മോഷ്ടിച്ചത്. തെളിവ് നശിപ്പിക്കുന്നതിനായി കടയിലെ CCTV ക്യാമറയും DVRും മോഷ്ടാക്കൾ കൊണ്ടുപോയിട്ടുണ്ട്. തൊട്ടടുത്തുള്ള സ്ഥാപനത്തിലെ CCTVകൾ കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ അന്വേഷണം. സ്റ്റേഷന് സമീപത്ത് നഗരമധ്യത്തിൽ മോഷണം നടന്നിട്ടും കള്ളനെ പിടികൂടാൻ കഴിയാത്തത് പോലീസിന്റെ വലിയ വീഴ്ചയാണെന്ന് വിമർശിക്കുന്നവരുണ്ട്. വാഴക്കുളത്ത് പോലീസ് സ്റ്റേഷൻ എതിർവശത്തായി പ്രവർത്തിക്കുന്ന നിയ മൊബൈൽസ് എന്ന കടയിലാണ് മോഷണം നടന്നത്. കഴിഞ്ഞ പുലർച്ചെ 2 മണിയോടെ കടയുടെ ഷട്ടർ പൊളിച്ച് ഗ്ലാസും തകർത്താണ് മോഷ്ടാക്കൾ അകത്തു കടന്നത്. കടയിൽ സൂക്ഷിച്ചിരുന്ന 2 ലക്ഷം രൂപയും മൊബൈൽ ഫോണുകളും മോഷണം പോയിട്ടുണ്ട്. CCTV ക്യാമറയും DVR ഉൾപ്പെടെ തെളിവ് നശിപ്പിക്കുന്നതിനായി മോഷ്ടാക്കൾ കൊണ്ടുപോയി. രാവിലെ കട തുറക്കാനെത്തിയ ഉടമയാണ് മോഷണ വിവരം അറിഞ്ഞത്. ആരക്കുഴ സ്വദേശി ഡെബിന്റെ ഉടമസ്ഥയിലുള്ളതാണ് സ്ഥാപനം.
വാഴക്കുളം പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. തുടർന്ന് കൂടുതൽ പരിശോധനകൾക്കായി വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു. മോഷ്ടാക്കൾ ബൈക്കിലെത്തുന്നതും പാർക്ക് ചെയ്യുന്നതും തൊട്ടടുത്തുള്ള സ്ഥാപനത്തിന്റെ നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ അന്വേഷണം നടക്കുന്നത്. പോലീസ് സ്റ്റേഷന് തൊട്ടടുത്തായി നഗരമധ്യത്തിൽ മോഷ്ടാക്കൾ വിലസിയത് നാട്ടുകാരെയും വ്യാപാരികളെയും ഒരുപോലെ ഭീതിയിലാഴ്ത്തിയിട്ടുണ്ട്. ന്യൂസ് 18 മൂവാറ്റുപുഴ. പാചകവാത സിലിണ്ടറുകളുടെ പ്രതിസന്ധി കാരണം ജനങ്ങളും വ്യാപാരികളും നട്ടം തിരിയുകയാണ്. അതിന്റെ മറവിൽ വലിയ തട്ടിപ്പും കൊള്ളയും പൂഴ്ത്തിവെപ്പും നടത്തുന്ന കച്ചവടക്കാരുണ്ട്. തിരുവനന്തപുരം ആലങ്കോട് അനധികൃതമായി സൂക്ഷിച്ചിരുന്ന 500-ലധികം പാചകവാതക സിലിണ്ടറുകൾ പിടിച്ചെടുത്തു. രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് വിനോദ് ഗ്യാസ് ഏജൻസിയിൽ നിന്ന് വാണിജ്യാവശ്യത്തിനുള്ള സിലിണ്ടറുകൾ കണ്ടെടുത്തത്. സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ സ്പെഷ്യൽ സ്ക്വാഡ് നടത്തിയ റെയ്ഡിലാണ് അനധികൃത ഗ്യാസ് സിലിണ്ടറുകൾ പിടിച്ചെടുത്തത്. ആറ്റിങ്ങൽ പട്ളയിലാണ് സ്വകാര്യ ഗ്യാസ് ഏജൻസി ഗോഡൌണിൽ അനധികൃതമായി സൂക്ഷിച്ചിരുന്ന 500-ലധികം വാണിജ്യ സിലിണ്ടറുകൾ അധികൃതർ പിടികൂടിയത്. ആറ്റിങ്ങൽ പ്രവർത്തിക്കുന്ന വിനോദ് ഗ്യാസ് ഏജൻസിയിൽ നിന്നുമാണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെയും ഭാരത് ഗ്യാസിന്റെയും ഒഴിഞ്ഞ സിലിണ്ടറുകൾ പിടിച്ചെടുത്തത്. സൂപ്പർ ഗ്യാസിന്റെ ഏജൻസിയിലാണ് ഗ്യാസ് സിലിണ്ടറുകൾ അനധികൃതമായി സൂക്ഷിച്ചിരുന്നത്. സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ സ്പെഷ്യൽ സ്ക്വാഡാണ് പരിശോധന നടത്തിയത്. തിരുവനന്തപുരം ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. എൻഫോഴ്സ്മെന്റ് DSO ഗോപകുമാർ, റേഷനിംഗ് ഓഫീസർമാരായ സഞ്ജു ലോറൻസ്, സന്തോഷ് തുടങ്ങിയവരാണ് പരിശോധനയിൽ പങ്കെടുത്തത്. ന്യൂസ് 18 ആറ്റിങ്ങൽ. സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങളും അവരെ കയ്യേറ്റം ചെയ്യുന്നതും എത്രത്തോളം ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യമാണ്. എന്നാൽ ഈ നാട്ടിലെ നിയമത്തെ ഒന്നും വകവെക്കാതെ ഗുണ്ടായിസം കാണിക്കുന്നവരുണ്ട്. കണ്ണൂർ ജില്ലയിലെ പാവനൂർമൊട്ട ക്ഷീരോത്പാദക സഹകരണ സംഘം പ്രസിഡന്റിനെതിരെയുള്ള പരാതി അതീവ ഗൗരവമായി കാണണം. സംഘം സെക്രട്ടറിയായ സ്ത്രീയെ പ്രസിഡന്റ് ഉത്തമൻ പാൽക്കാൻ ഉപയോഗിച്ച് മർദ്ദിക്കാൻ ശ്രമിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. സെക്രട്ടറിയെ അസഭ്യം പറയുകയും കാൻ കൊണ്ട് അടിക്കാൻ മുതിരുകയും ചെയ്തത് ക്ഷീരകർഷകർക്കിടയിലും വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. സഹകരണ നിയമപ്രകാരം പശുവിനെ വളർത്തി സംഘത്തിൽ പാലളക്കാത്ത ഉത്തമൻ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് സംഘം പ്രസിഡന്റായി തുടർന്നു വരികയായിരുന്നു എന്നാണ് ആരോപണം. മറ്റു കർഷകരുടെ പാൽ ഉത്തമന്റെ പേരിൽ ചേർക്കുന്നത് സംബന്ധിച്ച തർക്കങ്ങളാണ് അക്രമത്തിൽ കലാശിച്ചത്. സംഘം സെക്രട്ടറിയെ പാൽ ക്യാൻ ഉപയോഗിച്ച് മർദ്ദിക്കാൻ ശ്രമിച്ച ദൃശ്യങ്ങളും പുറത്തുവന്നു. സംഘം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള യോഗ്യത ഉത്തമന് നഷ്ടമായിരുന്നു. എന്നാൽ ചില ഉദ്യോഗസ്ഥരെ കൂട്ടുപിടിച്ച് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുകയായിരുന്നെന്ന് മറുപക്ഷം ആരോപിക്കുന്നു. ഇവർ പരാതി നൽകിയതിനാൽ വോട്ടർ പട്ടികയിൽ നിന്ന് ഇയാൾ പുറത്താക്കപ്പെടുന്നതിലേക്ക് കാര്യങ്ങളെത്തി. സംഘത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നെങ്കിലും രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചതിനാൽ നിലവിൽ സംഘം അഡ്മിനിസ്ട്രേറ്റീവ് ഭരണത്തിലാണ്. നിലവിൽ വകുപ്പുദ്യോഗസ്ഥരെ കൂട്ടുപിടിച്ച് ഉത്തമൻ അനധികൃതമായി സ്വന്തം പേരിൽ പാൽ ചേർത്ത് വരുന്നുണ്ടെന്നും ഇത് ചോദ്യം ചെയ്തതും താൻ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായതിനു പിന്നിൽ സെക്രട്ടറിയാണെന്ന ധാരണയുമാണ് അക്രമത്തിന് കാരണമെന്നും പരാതിയിൽ പറയുന്നു. സംഭവത്തിൽ മയ്യിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. തനിക്ക് വൈരാഗ്യമുള്ള ദാമോദരൻ എന്നയാളുടെ പാൽ വാങ്ങിയതിന്റെ വൈരാഗ്യമാണ് അക്രമത്തിന് കാരണമെന്നാണ് FIR-ൽ പറയുന്നത്. സംഘം തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചത് സംബന്ധമായ വിഷയങ്ങളിലും ഉത്തമനെതിരെ നിലവിൽ 2 FIR-കൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എന്നിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്നും കർശന നടപടികൾ ഉണ്ടാകുന്നില്ലെന്നാണ് പരാതി. അതേസമയം ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നാണ് ഉത്തമന്റെ നിലപാട്.
ന്യൂസ് 18 കണ്ണൂർ. പാലക്കാട് പട്ടാമ്പിയിൽ ക്ഷേത്രമുറ്റത്ത് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ നവജാത ശിശുവിന്റെ സംരക്ഷണം ആരാണ് ഏറ്റെടുക്കേണ്ടത്? നിലവിൽ തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള കുഞ്ഞിന്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് നടപടികൾ സ്വീകരിക്കാൻ ജില്ലാ ശിശുക്ഷേമ സമിതിയോട് പോലീസ് ആവശ്യപ്പെട്ടു. കുട്ടിയെ ക്ഷേത്രനടയിൽ ഉപേക്ഷിച്ചവർക്കായുള്ള അന്വേഷണവും ഊർജിതമാക്കിയിട്ടുണ്ട്. സമീപകാലത്ത് അടുത്തുള്ള ആശുപത്രികളിൽ നടന്ന പ്രസവങ്ങളുടെ വിവരങ്ങളും പോലീസ് ശേഖരിച്ചു. കഴിഞ്ഞ ദിവസം പുലർച്ചെ നടക്കാനിറങ്ങിയ പ്രദേശവാസിയാണ് ആദ്യം സംഭവം കണ്ടത്. പട്ടാമ്പി കോപ്പം നടുവട്ടം രായിരനെല്ലൂർ ദുർഗാദേവി ക്ഷേത്രത്തിന്റെ കിഴക്കേ ഗോപുരനടയിൽ തുണിയിൽ പൊതിഞ്ഞു കിടത്തിയ നിലയിലായിരുന്നു ഒരു ദിവസം മാത്രം പ്രായമുള്ള ആൺകുട്ടി. ക്ഷേത്രഭാരവാഹികൾ അറിയിച്ചതിനെ തുടർന്ന് കോപ്പം പോലീസ് സ്ഥലത്തെത്തി കുഞ്ഞിനെ പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിലും ശേഷം വിദഗ്ധ പരിചരണത്തിനായി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റി. നിലവിൽ കുട്ടി തീവ്രപരിചരണ വിഭാഗത്തിൽ നിരീക്ഷണത്തിലാണ്. കുഞ്ഞിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് പോലീസ് പറഞ്ഞു. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചും സമീപകാലത്ത് അടുത്തുള്ള ആശുപത്രികളിൽ നടന്ന പ്രസവങ്ങളുടെ വിവരങ്ങൾ ശേഖരിച്ചും പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട്. കുഞ്ഞിനെ ഉപേക്ഷിച്ചവർക്കും മാതാപിതാക്കൾക്കുമെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് പോലീസ് വ്യക്തമാക്കി. കുഞ്ഞിന്റെ തുടർ സംരക്ഷണത്തിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ പോലീസ് ജില്ലാ ശിശുക്ഷേമ സമിതിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് 18 പട്ടാമ്പി. 2021 കോളിളക്കമുണ്ടാക്കിയ സംഭവമായിരുന്നു ദൃശ്യ എന്ന പെൺകുട്ടിയെ കൊലപ്പെടുത്തിയ കേസ്. പ്രണയാഭ്യർത്ഥന നിരസിച്ചതിനെ തുടർന്നാണ് പെരിന്തൽമണ്ണ സ്വദേശിനിയായ ദൃശ്യയെ പ്രതി വിനീഷ് വീട്ടിൽ അതിക്രമിച്ച് കയറി കുത്തി കൊലപ്പെടുത്തിയത്. ആ കേസിൽ പിടിയിലായ പ്രതി കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും കഴിഞ്ഞ നവംബറിൽ ചാടിപ്പോയത് വലിയ വാർത്തയായതാണ്. പ്രതിക്ക് വേണ്ടി പോലീസ് 4 മാസത്തോളം തിരച്ചിൽ നടത്തി. ഒടുവിൽ മുംബൈയിൽ നിന്നും പിടികൂടിയിരിക്കുന്നു. 2022 ഇവിടെ നിന്ന് രക്ഷപ്പെട്ട വിനീഷിനെ കർണാടകയിൽ നിന്നാണ് അന്ന് പൊക്കിയത്. പിന്നീട് ഇയാൾ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് ജീവനൊടുക്കാൻ ശ്രമിച്ചിരുന്നു. കൊലക്കേസ് പ്രതിയായ വിനീഷ് അതീവ അപകടകാരിയാണ്. പുറത്തിറങ്ങിയാൽ ദൃശ്യയുടെ കുടുംബത്തെ അപായപ്പെടുത്താൻ പോലും മടിക്കില്ല. അതിനാൽ തന്നെ ഇനി അയാൾ രക്ഷപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാകരുത്. എവിടെയാണെങ്കിലും അതീവ ശ്രദ്ധയും ജാഗ്രതയും വേണം. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.